ടീച്ചേഴ്സ് ക്ലബ് PSC എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഒരു പുതിയ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോഴാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് എന്തിനാണ് ഈ ഒരു സമയത്ത് ഇട്ടെന്ന് ചോദിക്കും. കാരണം നമ്മൾ ഇനി ഒരു ദിവസമല്ലേ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് മാത്രമാണ് അറിയിക്കുന്നത്. ഓക്കെ, ഒരു ബിഗ് അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ KVS, MBS, നവോദയ വിദ്യാലയ സമിതി, കേന്ദ്രീയ വിദ്യാലയ സംഘടന ഇവിടെ നമ്മുടെ ടീച്ചിങ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ വിളിച്ചിരുന്നു. അപ്പം അതിന്റെ ചില പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷനിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണുക. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇന്നൊരു ദിവസം ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ചോദിക്കും ജനറൽ സെഷൻ അല്ലെങ്കിൽ OBC MCL സർട്ടിഫിക്കറ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം. പക്ഷേ OBC MCL കാരൊക്കെ അല്ലെങ്കിൽ EWS കണക്ക് നിൽക്കുന്നവരൊക്കെ ജസ്റ്റ് ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്തോളൂ, ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഇത് ഷെയർ കൊടുക്കുക കേട്ടോ. ഇന്ന് നമുക്ക് രാത്രി 11:59 വരെ സമയമുള്ളൂ. അപ്പൊ എല്ലാവരിലേക്കും ഇത് ഷെയർ കൊടുക്കുക. ഒത്തിരി പേര് എന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം അന്ന് ആ നോട്ടിഫിക്കേഷനിൽ ഈ ഒരു തിരുത്ത് കറക്ഷൻസ് ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് കറക്ഷൻസ് വന്നത്? അപ്പൊ അവരൊക്കെ ദയവായിട്ട് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം നമുക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. മാക്സിമം ഇത് കാണുന്നവർ ലൈക്ക് ചെയ്തിടുക. അപ്പം പരമാവധി ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കും. അങ്ങനെ ഈ ഇത്രയും ദിവസം അപ്ലൈ ചെയ്യാൻ, അതായത് ചില ക്വാളിഫിക്കേഷൻസിന്റെ ചില കാരണങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ വന്നിരിക്കുന്നത് ഇതാണ്. ഓക്കെ, നവോദയ വിദ്യാലയ സമിതി ജോയിന്റ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് 2025 ഓഫ് NVS ആൻഡ് KVS ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. CBSE ഹാസ് ബീൻ interested with the task conduct joint recruitment കഴിഞ്ഞു. Okay, in this context he started that the joint recruitment അത് ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, അത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ, TGT ഇംഗ്ലീഷ്, TGT ഹിന്ദി, TGT കൊമേഴ്സ് പ്രിൻസിപ്പൽ, TGT ബയോളജി, TGT ഹിന്ദി, TGT ഇംഗ്ലീഷ്, TGT മാത്സ്, TGT സയൻസ്, TGT സോഷ്യൽ സയൻസ്, അസിസ്റ്റന്റ് കമ്മീഷണർ, ജൂനിയർ അസിസ്റ്റന്റ്, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഇത്യാദി പോസ്റ്റുകളിലാണ് ക്വാളിഫിക്കേഷനിൽ ചെറിയ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇനി പറഞ്ഞു തരാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യുക, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, പറഞ്ഞിരിക്കുന്ന ഒന്നാമതായിട്ട് TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയിൽ ആൻഡ് മെയിൽ ഓർ ഫീമെയിൽ NBS. ഓക്കെ, അതുപോലെ TGT ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ KVS, അതില് അപ്പർ ഏജ് ലിമിറ്റ് നോട്ട് എക്സീഡ് 35 years ആണ്. നമുക്കറിയാം TGTയുടെ ഏജ്. ഓക്കെ, ഗേൾസിന് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മുമ്പ് പറഞ്ഞിരുന്ന വ്യത്യാസമുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത്. ഓക്കെ, 4-year ഇന്റഗ്രേറ്റഡ് കോഴ്സ്, 4-year ഇന്റഗ്രേറ്റഡ് കോഴ്സ്, ബാച്ചലർ ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ഓഫർഡ് ബൈ NCERT റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്, 50% മാർക്ക് ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് BPEd ഓഫർഡ് ബൈ NCERT റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്, ഗ്രാജുവേഷൻ BPEd സെപ്പറേറ്റ്ലി. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക, ഈ ഒരു ക്വാളിഫിക്കേഷൻ മുമ്പ് അവർ സാധുവാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പൊ BPEd ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ, BPEd ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് PGT ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ജനറലിന്റെ 40, ഗേൾസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ 50 years ആയിട്ട് മാറും. ഏജിന്റെ കാര്യം അറിയാം, ഗേൾസിന് 50 വയസ്സാണെന്നുള്ള അറിയാം PGT. Okay, the essential qualification integrated postgraduate course from NCERT recognized institution university in the concerned subject with at least 50% mark in aggregate including BEd component. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് അഗ്രിഗേറ്റ്. മുമ്പ് ഈ ഒരു സ്ഥലത്ത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് ആ മാസ്റ്റർ ഡിഗ്രിയിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണോ അത് നിങ്ങൾ ഡിഗ്രിയിലും കൂടി പഠിക്കണം. ഡിഗ്രിയും കൂടി പഠിച്ചാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു. ഇതിലതില്ല, പുതിയ അപ്ഡേഷനുള്ള സാധനങ്ങളില്ല. നിങ്ങൾ ഡിഗ്രി എന്തോ ആയിക്കോട്ടെ, മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. BEd വേണം എന്നുള്ള കാര്യം. ഓക്കെ, PGT അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്തത് PGT ഹിന്ദി, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്. ഇന്നലെയും ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി പഠിച്ചത് വേറൊരു സബ്ജക്റ്റ് ആണ്, എന്നാൽ PG ഹിന്ദിയാണ് എടുത്തത്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മുൻപ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷിന്റെ കാര്യത്തിലും ഹിന്ദിയുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. PGT കൊമേഴ്സിന്റെ കാര്യത്തില് അങ്ങനെ തന്നെയാണ് വരുന്നത്. PGT കൊമേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒന്ന് ആയിക്കൊള്ളുക. ഓക്കെ, നിങ്ങൾ ഡിഗ്രി എന്തോ ആയിക്കോട്ടെ, PGക്ക് കൊമേഴ്സ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ
PG കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യും. പിന്നെ ഡിഗ്രി ഇൻ അപ്ലൈഡ് ബിസിനസ് എക്കണോമിക്സ് ഷാൾ നോട്ട് ബി എലിജിബിൾ എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഡിഗ്രിയിൽ നിങ്ങൾ അപ്ലൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഡിഗ്രി ബികോം പഠിച്ചിട്ട് എംകോം ഉണ്ടെങ്കിൽ, സോറി, ഡിഗ്രി വേറെ എന്തെങ്കിലും പഠിച്ചതിന് ശേഷം എംകോം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പൽ ഞാൻ വായിക്കുന്നില്ല. PGT ബയോളജി, PGT ബയോളജിയുടെ കാര്യം പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ബയോളജിക്കൽ സയൻസ്, life science, any specialization concerned subject with the recognized university with at least 50% mark aggregate provide the candidates as studied concerned subject graduation level. ഇവിടെ അത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുന്നതിന് പറയുന്നത് മാറ്റിയിരിക്കുന്നത് ലൈഫ് സയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, മാസ്റ്റർ ഡിഗ്രി ഇൻ ബയോളജിക്കൽ സയൻസും ലൈഫ് സയൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ജസ്റ്റ് BEd വേണം. അത് PGT ഹിന്ദി ആൻഡ് TGT ഹിന്ദി ആൻഡ് TGT ഇംഗ്ലീഷ്. അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഏജ് ലിമിറ്റ് കാര്യമൊക്കെ കോമൺ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. 4 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ്, അത് ഓക്കെ, അത് ആദ്യം പറയുന്നത് നോർമൽ ആയിട്ടുള്ളത്. നമുക്ക് അവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ബാച്ചുലർ ഓണേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇൻ കൺസേൺ സബ്ജക്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ അഗ്രിഗേറ്റ് സബ്ജക്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് BEd ആണ് വേണ്ടത്. അത് കൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കൺസേൺ സബ്ജക്ട്, any specialization concerned subject with the minimum 55% mark equal to grade provided mentioned the below at the graduation level 3 years integrated course. അതായത് നിങ്ങളുടെ ഡിഗ്രിയിൽ TGT ഇംഗ്ലീഷും TGT ഹിന്ദിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഡിഗ്രി പഠിച്ചു, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൺസേൺ സബ്ജക്ട്, എനി സ്പെഷ്യലൈസേഷൻ കൺസേൺ സബ്ജക്ട്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഡിഗ്രിയിൽ നിങ്ങൾ TGT ഹിന്ദി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിന്ദിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ TGT ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. അടുത്ത TGT മാത്സ്, TGT സയൻസ്, TGT സോഷ്യൽ സയൻസ്, അതിന്റെ കാര്യം അങ്ങനെയാണ് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ഉണ്ട് കോമൺ ആയിട്ട്. പിന്നെ പറയുന്നത് ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഇൻ കൺസേൺ സബ്ജക്ട്, കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട് ആൻഡ് ആൾസോ ഇൻ അഗ്രിഗേറ്റ്. കോമ്പിനേഷൻ സെയിം തന്നെയാണ്. TGT സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്യാനുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് കൂടാതെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താ പറയാ, പോസ്റ്റ് ഗ്രാജുവേഷൻ കൺസേൺ സബ്ജക്ട്, എനി സ്പെഷ്യലൈസേഷൻ ഇൻ കൺസേൺ സബ്ജക്ട് വിത്ത് എ മിനിമം 55, അതായത് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കൺസേൺ സബ്ജക്ട് എന്നുള്ളതാണ്. എനി സ്പെഷ്യലൈസേഷൻ കൺസേൺ സബ്ജക്ട് വിത്ത് മിനിമം 55% മാർക്ക്. ഓക്കെ, ഇപ്പൊ ഡിഗ്രിയിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, 50% മാർക്ക് കുറവാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബോട്ടണിയോ സുവോളജിയോ ബയോളജി സയൻസോ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയിൽ മാർക്കില്ല, ഡിഗ്രിയിൽ 50% മാർക്ക് വേണമല്ലോ. പക്ഷെ നിങ്ങൾ PG ചെയ്തപ്പോഴത്തേക്ക് PGയിൽ 55% മാർക്ക് കിട്ടി എങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ പറയുന്ന മറ്റൊരു കാര്യം, TGT സയൻസുകാർക്കാണ് സംശയം ഒത്തിരി ഉണ്ടായിരുന്നത്, ശ്രദ്ധിച്ചോളുക. പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിനിമം 55% മാർക്ക് ഓർ ഇക്വലന്റ് ഗ്രേഡ് പ്രൊവൈഡഡ് ദാറ്റ് കാൻഡിഡേറ്റ്സ് ഹാവ് സ്റ്റഡീഡ് ദ സബ്ജക്ട് മെൻഷൻ ഇൻ ദ നോട്ട് ബിലോ അറ്റ് ദ ഗ്രാജുവേഷൻ ലെവൽ ആൻഡ് 3 years integrated BEd MEd from the NCT recognized institution university with at least 50% mark. Okay, provided that candidates have studied the subjects mentioned in the note below. അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബോട്ടണിയോ സുവോളജിയോ അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ സബ്ജക്റ്റോ പഠിച്ചവർക്കാണ് TGT സയൻസിന് യോഗ്യതയുള്ളത്. അപ്പൊ അവർക്ക് TGTയിൽ അല്ലെങ്കിൽ ഡിഗ്രിയിൽ മാർക്ക് കുറവാണെങ്കിൽ 50% മാർക്ക് കുറവും, എന്നാൽ PG ഉണ്ടെങ്കിൽ PGയിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് TGT സയൻസ്, TGT മാത്തമാറ്റിക്സ്, TGT സോഷ്യൽ സയൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് TGT സയൻസിന്റെ കാര്യം. ഓക്കെ, അപ്പൊ നമ്മളോട് പറയാനുള്ളത്, എന്തുണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്യുന്നവര് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാനുള്ള നമ്പർ 77 36 75 04 73. പലർക്കും സംശയം കാണും, പുതിയൊരു അപ്ഡേഷൻ വന്നതുകൊണ്ട് ഡേറ്റ് ചേഞ്ച് ആകുമോ, കറക്ഷൻ വിൻഡോ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അതിനെപ്പറ്റി ഒരു ഐഡിയയും ഇതുവരെയും തന്നിട്ടില്ല, ഒരു ഇൻഫർമേഷൻസും ഇല്ല. ഓക്കെ, അപ്പൊ ഈ നമ്പർ 77 36 75 04 73 നമ്പറിലേക്ക് എനി ടൈം വിളിക്കാം, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ KVS NVSന്റെ ഓൺലൈൻ കോച്ചിങ്, ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ് പ്ലസ് എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സായിട്ട് കിട്ടുന്നവർക്ക്, അതുപോലെ അതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം ഡെയിലി 10 മുതൽ 12 മണിക്കൂർ വരെ ലൈവ് ക്ലാസ്സുകളുണ്ട്, അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ PDF നോട്ട്സ് നിങ്ങൾക്ക്
പ്രിന്റബിൾ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ഫോമാറ്റിലുള്ള നോട്ട്സ്, അതുപോലെ തന്നെ ഏകദേശം 50,000-ഓളം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. 50,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1,500 മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഇതിൽ തരുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് വഴിയോ ഡയറക്റ്റ് കോൾ വഴിയോ അന്വേഷിക്കാവുന്നതാണ്. അപ്പം ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു മാറിയ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ മടിച്ചിരുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ളത് അസിസ്റ്റന്റ് കമ്മീഷണർ, അതുപോലെ തന്നെ JSA ജൂനിയർ അസിസ്റ്റന്റ് ഉണ്ട്, JSA ഉണ്ട്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട് KVS-ലെ. അതില് 12th പാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതാണ് 27 വയസ്സാണ് മിനിമം ഏജ് എന്ന് പറയുന്നത്. ജനറലിന്റെ OBC ആകുമ്പോൾ +3 SC STക്ക് +5 കിട്ടും. പിന്നെ അവിടുത്തെ മാറ്റിയ ഒരു കാര്യം പറയുന്നത് ടൈപ്പിംഗ് സ്പീഡിന്റെ കാര്യമാണ്. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്, 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദി എന്നുള്ള കാര്യം ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ TGT മാത്സ്, TGT സയൻസ്, TGT സോഷ്യൽ സയൻസ്, TGT ഹിന്ദി, TGT ഇംഗ്ലീഷ്, PGT ബയോളജി പ്രിൻസിപ്പൽ, PGT കൊമേഴ്സ്, PGT ഹിന്ദി, PGT ഇംഗ്ലീഷ്, TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ, TGT ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിൽ KVS-ലും NVS-ലും ഒക്കെയുള്ള കാര്യങ്ങളാണ് മാറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര്, ചെറിയ പ്രശ്നങ്ങൾ പോലെ അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവർ, ക്വാളിഫിക്കേഷൻ ചേഞ്ച് വന്നപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നോക്കുക. ഇന്നൊരു ദിവസമേ ഉള്ളൂ. ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല, കട്ട് ഓഫ് ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ OBC ആണെങ്കിൽ ചിലപ്പോൾ OBC സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അവരൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ തന്നിട്ടില്ല. ഒന്നും കൂടി ഞാൻ വായിക്കുകയാണ്. അതായത് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതാണ്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ദാറ്റ് ഇൻ ദ ജോയിന്റ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് 2025 there are many posts which are the same in NVS and KVS. There are difference in essential qualification. This post, are following posts are taken up to the review and anticipation of approval of the recruitment rules which are likely to be approved. Submit for necessary action to your end phase എന്ന് പറയാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു RR വന്നിരിക്കുന്നത്, ആ പ്രപ്പോസൽ വന്നതിന് ശേഷം RR അപ്രൂവൽ ആയിരിക്കുന്നത് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ PGT ഇംഗ്ലീഷ്, PGT ഹിന്ദി, PGT കൊമേഴ്സ്, PGT ബയോളജി പ്രിൻസിപ്പൽ, TGT ഹിന്ദി, TGT ഇംഗ്ലീഷ്, TGT മാത്സ്, TGT സയൻസ്, TGT സോഷ്യൽ സയൻസ്, അസിസ്റ്റന്റ് കമ്മീഷണർ, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്. അപ്പൊ ഈ പോസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നവര് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവര് എത്രയും പെട്ടെന്ന് കയറി ഒന്നും കൂടി കയറി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ ആ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവര് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ വിളിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിരിക്കാം, ഈ PDF. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്നുകൂടി പറയുന്നു, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. താമസിച്ചിരിക്കാതെ രാത്രി 11:59 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. രാത്രി 11:59 PM വരെ നിങ്ങൾക്ക് ഇന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 11:59 PM വരെ ഇരിക്കരുത്. ഇന്ന് തന്നെ ഓടി എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടെ കേൾക്കുക. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയേണ്ട, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടോ മറ്റുള്ളവരോ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് 77-36-75-04-73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഒന്നുകിൽ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ത്രൂ കോൾ വഴിയോ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് ഫോർ അഡ്മിഷന്റെ കാര്യമായാലും അഡ്മിഷൻ നിങ്ങൾക്ക് 90% ഓഫർ തരുന്നുണ്ട് ഫീസ് കൺസിഡറേഷനിൽ. ഓക്കെ, അതുപോലെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, അത് PRT-കാർക്കാണ്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് എന്ത് പറയുന്നത്, അത് നോട്ട് എലിജിബിൾ കാണിക്കുന്നത്. ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രൈമറി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കുക. PRT-കാര് ജസ്റ്റ് അവരുടെ +2 വിത്ത് 50% മാർക്ക് എന്നുള്ള കാര്യമാണ് അവിടെ കൊടുക്കേണ്ടത്. DL കൊടുക്കുമ്പോഴത്തേക്ക് 2 year elementary എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം കൊടുക്കുക. 2 year ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. പിന്നെ അത് അതേഴ്സ് എടുത്തിട്ട് അതിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് കൊടുക്കുക. അത്രയുള്ള അവിടെയാണ്. അതാണ് നിങ്ങൾ തെറ്റ് വരുത്തുന്നത്. TGT PGT അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാത്തിനും 50% മാർക്കാണല്ലോ. അത് വരുന്ന ഓപ്ഷൻസ് അവിടെ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ദയവായിട്ട് അപ്ലൈ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിലും ഈ 77-36-75-04-73 പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
മുകളിൽ പറഞ്ഞ ആ ക്വാളിഫിക്കേഷന്റെ ചെറിയ തിരുത്തലുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഈ അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവര്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവര് പെട്ടെന്ന് തന്നെ ഒന്നുകൂടി കയറി നോക്കുക ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇങ്ങനൊരു കറക്ഷൻസ് വന്നതുകൊണ്ട് ഇത് നീട്ടി കിട്ടുമോ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.